മിനിസ്റ്റർ കാസർഗോഡ് കഴിഞ്ഞ ദിവസം ഒരു കുട്ടിയെ പ്രധാന അധ്യാപകൻ മർദ്ദിച്ചു, കർണപുടം പൊട്ടി എന്നൊരു വാർത്ത ഇങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ എന്തെങ്കിലും പരിശോധന നടത്തിയിട്ടുണ്ട്? എന്തെങ്കിലും വിദ്യാഭ്യാസ വകുപ്പിന്റെ നടപടിയുണ്ട്? പരാതി എന്ന് പറയുന്നത് അസംബ്ലി നടന്നുകൊണ്ടിരിക്കെ കാലുകൊണ്ട് ചരൽ നീക്കി എന്നാണ് കുട്ടിയുടെ അമ്മ എന്നോട് പറഞ്ഞത്, ഫോണിൽ കൂടെ പറഞ്ഞത്. ആ കുറ്റത്തിൻ്റെ പേരിൽ കുട്ടിയെ അസംബ്ലിയിൽ വെച്ച് തന്നെ കുട്ടിയെ ഉപദ്രവിച്ചു എന്നുള്ള നിലയിലാണ് പറഞ്ഞത്. കുട്ടിയുടെ കർണപുടം തകർന്നു എന്നൊക്കെയാണ് പറഞ്ഞത്. ഞാൻ അവിടുത്തെ സബ് ഇൻസ്പെക്ടറായിട്ട് സംസാരിച്ച് നോക്കി, ഈ സ്കൂളിലിരിക്കുന്ന സ്ഥലത്ത്. ഇതുവരെ പരാതി ഒന്നും കൊടുത്തിട്ടില്ല. കുട്ടിയുടെ അമ്മയോട് ചോദിച്ചു, അമ്മയും പരാതി കൊടുത്തിട്ടില്ല, ചികിത്സയിലായിരുന്നു, ഇന്ന് പരാതി കൊടുക്കാൻ വേണ്ടി പോവുകയാണെന്ന് പറഞ്ഞു. എന്തായാലും ഈ മാധ്യമങ്ങളിലൊക്കെ തന്നെ ഇത് വാർത്തയായ സ്ഥിതിക്ക് ഞാൻ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറുമായി ഫോണിൽ രാവിലെ സംസാരിച്ചു. ഇതിനെ സംബന്ധിച്ചിടത്തോളം ഒരു സത്യസ്ഥിതി അന്വേഷിക്കാൻ വേണ്ടി ഞാൻ സൂചിപ്പിച്ചു. പൊതുവിൽ എനിക്ക് പറയാനുള്ള അധ്യാപകരോടും രക്ഷകർത്താക്കളോടും പറയാനുള്ളത്, ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ എല്ലാ സ്കൂളുകളിലും ഉണ്ടാവും. അധ്യാപകരെ അങ്ങനെ ശത്രുക്കളായി നമ്മൾ കാണേണ്ട കാര്യമൊന്നുമില്ല. അപ്പം അത്തരം എല്ലാ പ്രശ്നങ്ങളും ഒരു വലിയ വിവാദ പ്രശ്നങ്ങളാക്കി മാറ്റുന്നത് നമ്മുടെ പൊതുവിദ്യാഭ്യാസത്തിൻ്റെ വളർച്ചയ്ക്ക് അത്ര ഗുണമല്ല. എന്നാൽ അധ്യാപകർ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ശിക്ഷ അർഹിക്കുന്ന കുറ്റം ചെയ്ത കുട്ടികളുണ്ടെങ്കിൽ അതിൻ്റെ ഒരു നിയമം നോക്കി മാത്രമേ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. ഒരു കാരണവശാലും കുട്ടികളെ ഉപദ്രവിക്കുന്ന നില ഉണ്ടാകാൻ പാടില്ല. ബാക്കി എന്തെല്ലാം നടപടികൾ നമുക്ക് സ്വീകരിക്കാൻ വേണ്ടി കഴിയും, അതാണ് അതിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. കാസർഗോഡ് കാസർഗോഡ് ഡെപ്യൂട്ടി ഡയറക്ടർ.